എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. അതായത് PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. 5 മാർക്കാണ് നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ്. അതേപോലെ തന്നെ ഉറപ്പായിട്ടും ഒരു 5 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ് ഈ ഒരു വീഡിയോയ്ക്ക്, എങ്കിലും മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊരു റിവിഷൻ കൂടിയാണ്. മാക്സിമം നമുക്ക് കിട്ടാവുന്ന എല്ലാ പോയിന്റ്സും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2021 മുതൽ 2024 വരെ PSC എക്സാമുകളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് 50 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ 50 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻസ് പ്ലസ് PYQ കൂടിയാണ് ഈ ഒരു സെഷൻ. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ എക്കണോമിക്സിൽ ഈ ഒരു 5 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ മൊത്തമായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഒരു 50 ചോദ്യങ്ങൾ നമ്മൾ സെറ്റായിട്ട് പഠിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഫാക്റ്റുകൾ കൂടി ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ അല്ലേ എല്ലാവരും? ശരി, ഓക്കെ. സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാരാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ശരിക്കും നമുക്കറിയാം ആരാണ്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ച തന്നെയാണ്. അവര് നമ്മുടെ ഇന്ത്യയെ മാക്സിമം എന്ത് ചെയ്തു, ഏതൊക്കെ രീതിയിലാണോ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് അങ്ങനെയൊക്കെ അവർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിന്നും കടന്നു കളഞ്ഞത്. അങ്ങനെ ചോർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ സമ്പത്ത് അവർ കൊണ്ടുപോയത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞ സാമ്പത്തിക വിദഗ്ധനായിരുന്നു ആരെന്ന് പറയുന്നത്. ഓപ്ഷൻ നമുക്ക് നോക്കാം: ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും ഇതിന്റെ ആൻസർ ഏതാന്നുള്ളത്. നമുക്കറിയാം, കാരണം അത്രത്തോളം PSC ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആരാണ്? ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ആളാണ്. അതായത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ദാദാഭായ് നവറോജി. അതേപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, ദാദാഭായ് നവറോജി. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, INC പഠിച്ചു കഴിഞ്ഞപ്പോൾ INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി, അതേപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് ഏതാന്നുള്ളതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രമുഖ സിദ്ധാന്തം ഏതാന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്, ചർച്ച ചെയ്തു പോയതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തവുമായി ആവിഷ്കരിച്ചത് ആരാ ചോദിച്ചാൽ വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് അടിച്ച് വന്നേക്കാണ്. കാരണം PSC എക്സാമുകളിൽ അത്രത്തോളം പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് ദാദാഭായ് നവറോജിയും അതേപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്, അതായത് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നതും അതേപോലെ തന്നെ നമ്മുടെ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമൊക്കെ. അപ്പോൾ ആരാണ് ഇതിന്റെ? ദാദാഭായ് നവറോജിയാണ്. ഖാദി ബോർഡ് LDC സ്റ്റേജ് 2 ചോദിച്ച ചോദ്യമാണ്. ഇനി നമുക്ക് ദാദാഭായ് നവറോജിനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. അതായത് എക്കണോമിക്സുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ പഠിക്കേണ്ടത് എക്കണോമിക്സിന്റെ കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ, ഇന്ത്യൻ എക്കണോമിക്സിന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. ഇനി ഹിസ്റ്ററിയിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ? നമ്മുടെ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ പിതാവ്, മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം, അതായത് ബ്രെയിൻ തിയറി എന്ന് പറയുന്ന ആ ഒരു തിയറി ആരുടെ പ്രമുഖ സിദ്ധാന്തം, അല്ലെങ്കിൽ ഈ സിദ്ധാന്തം ആരുടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയുടെയാണ്. നമുക്കറിയാം, INC പഠിച്ചപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞതാണ് ശരിക്കും. ഓക്കെ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം അതാണ് എന്തെന്ന് പറയുന്നത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. ലാലാ ലജ്പത് റായിയുടെ ഇംഗ്ലണ്ട് ഡബ് ടു ഇന്ത്യ എന്ന
പ്രസിദ്ധീകരണത്തിലൂടെയാണ് നവറോജി ഈ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പോൾ ലാലാ ലജ്പത് റായിയുടെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ, ഓക്കെ, അപ്പോൾ ലാലാ ലജ്പത് റായിയുടെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഓക്കെ, ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്ന് പറഞ്ഞതാണ് എന്ത് ഈ പറയുന്ന മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൽ പറയുന്നതെന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ സമ്പത്ത് ആരാണ് ചോർത്തിക്കൊണ്ടുപോയത്? ബ്രിട്ടീഷുകാരെ ചോർത്തിക്കൊണ്ടുപോയി. അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് എന്ത് ചെയ്തു? തള്ളിയിട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ ബ്രിട്ടീഷുകാരാണ് എന്ന് പറഞ്ഞതാണ് ശരിക്കും ഈ ഒരു സിദ്ധാന്തത്തിലൂടെ. ഓക്കെ, ഇനി ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. അതായത് അന്ന് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഹെവി ആയിട്ടുള്ള സാലറി ആയിരുന്നു കൊടുത്തിരുന്നത്. അത് വല്ലാതെ ഇന്ത്യക്കാരുടെ എന്നാണ് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ വിറ്റഴിക്കൽ. അതായത് ഇവിടെ നിന്നും എന്താണ് തുച്ഛമായ വിലയ്ക്കാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അത് എവിടെ കൊണ്ടുപോയി? അത് നേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ വച്ച് അത് എന്താണ് മറ്റ്, അതായത് അത് ഇവിടുന്ന് കൊണ്ടുപോയ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് എന്ത് ചെയ്യും? മറ്റു വസ്തുക്കൾ രൂപപ്പെടുത്തിയതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ഇവിടെ വച്ച് അതിന് നല്ല വിലയ്ക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നു. അതായത് ഇന്ത്യൻ കമ്പോളത്തിൽ ആ സാധനങ്ങൾ വിറ്റഴിക്കും. ഇത് അവരെ വല്ലാതെ എങ്ങോട്ടേക്ക് അതായത് ഇന്ത്യക്കാരെ അത്രത്തോളം എന്തിലേക്ക് കൊണ്ടുപോയി? ഈ പറയുന്ന ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാനുണ്ടായ മറ്റൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ വിറ്റഴിക്കുക. അതായത് ഇവിടുന്ന് കോട്ടണൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് എന്താണ് അത് സംസ്കരിച്ച് വേറെ ലെവലിലേക്കാക്കി ഇവിടെ കൊണ്ടുവന്ന് അതെന്താണ് ഡ്രസ്സുകളൊക്കെ ആക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന് എത്രയാണ് ഭയങ്കര വില കൊടുത്താണ് പിന്നെ ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ അത് വിറ്റുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള സമ്പത്ത് മൊത്തം കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക എന്ന് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? ഇവിടെ നിന്നുള്ള എല്ലാ സമ്പത്തുകളും എന്ത് ചെയ്യാണ്? കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് എന്താണ് ഇന്ത്യയുടെ എല്ലാ സമ്പത്തിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊള്ളയടി തന്നെയായിരുന്നു ശരിക്കും ഇവിടെ നടന്നത്. അതേപോലെ ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. അതായത് ഇവിടെയുള്ള തൊഴിലാളികളെ എന്ത് ചെയ്യാണ്? തുച്ഛമായ വേതനത്തിൽ അമിത നേരം പണിയെടുപ്പിച്ച് അവരെ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. ഇവിടെയുള്ള ആളുകൾക്കോ വേതനം ഒട്ട് കൊടുക്കത്തുമില്ല. അതേപോലെ അന്നന്ന് കഴിയാനുള്ള അവർക്ക് വേണ്ട എന്താണ് ആഹാരത്തിനോ പോലുമുള്ള വക അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ജോലി ചെയ്തിട്ട് കിട്ടുന്നില്ല. ഇതെല്ലാം എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു സ്ഥിതിയും ഈ പറയുന്ന ഇന്ത്യയെ അത്രത്തോളം ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഫാക്ട് തന്നെയാണ്. ഓക്കെ, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? ഇനി ഇതിൽ കൂടുതലൊന്നും ഇതിൻ്റെ അത് പറയാനില്ല, കാരണം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഏതാണ് ആ ഒരു ബുക്ക് എന്നുള്ളത് നിങ്ങളെ ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ, വെൽത്ത് ഓഫ് നേഷൻ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, പോവർട്ടി ആൻഡ് ഫാമിലി. കണ്ണും പൂട്ടി നമുക്കുള്ള ഉത്തരത്തിലേക്ക് എത്താം. എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കാണ് ആരുടെ? ഈ പറയുന്ന ദാദാഭായ് നവറോജിയുടെ ഏറ്റവും എന്താണ് ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2021 ചോദിച്ച ചോദ്യമാണ്, മറക്കണ്ട. ഒരു മാർക്ക് ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ട്രെയിൻ ബ്രെയിൻ തിയറി, അതായത് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം പ്രമുഖ സിദ്ധാന്തമാരുടെയാ? ദാദാഭായ് നവറോജിയുടെ. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ INCക്ക് ആ പേര് നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതുമാതിരി തന്നെയാ
ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിന്റെ പേരാണ് എന്ത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അതുമാര് തന്നെയാ, ദാദാഭായ് നവറോജി തന്നെയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിതാവ് ഹരോഡ് ഡോമർ, ജവഹർലാൽ നെഹ്റു, PC മഹലനോബിസ്, ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? PC മഹലനോബിസ് ആണ് എന്ത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. അതേപോലെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ, PC മഹലനോബിസ്, അല്ലെങ്കിൽ എന്താണ്, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് എന്നറിയപ്പെടുന്ന ആളാണ് എന്ത്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ് ഇത്. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിക്കോ. അതായത് ഫസ്റ്റത്തെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിതാവ് ആരാണ്? PC മഹലനോബിസ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? അതും പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അതും ആരാണ്? പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അതും ആരാ? PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് PC മഹലനോബിസ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഫയർമാൻ ട്രെയിനി 2022 ചോദിച്ച ചോദ്യമാണ് കേട്ടോ സംഖ്യ. ഈ സംഖ്യ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സംഖ്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ജേണൽ ആണ് ശരിക്കും സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് എന്ത്, സംഖ്യ എന്ന് പറയുന്നത്. ഈ സംഖ്യ എന്നാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1933 സംഖ്യ എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്കറിയാം സംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. സംഖ്യ പ്രസിദ്ധീകരിച്ചത് 1933 ജൂണിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പ്രസിദ്ധീകരണത്തിന് 2 സീരീസുകളാണ് ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. 2 സീരീസുകളാണ് ഉണ്ടായിരുന്നത്. ആ 2 സീരീസുകളായിട്ട് വിഭജിച്ചപ്പോൾ ഒരു വിഭാഗം, അതായത് സീരീസ് എയിൽ പറയുന്നത് ഗണിതശാസ്ത്രപരമായ വിവര കണക്കുകളെ കുറിച്ചും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേനെ കുറിച്ചും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങളെ കുറിച്ചും പറയുന്നതാണ് സീരീസ് ബിയിൽ. ഓക്കെ, അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന് പറയുന്ന പേരാണ് സംഖ്യ എന്ന് പറയുന്നത്. സംഖ്യ പ്രസിദ്ധീകരിച്ചത് 1933 ജൂണിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ സംഖ്യ 2 വിഭാഗങ്ങളായിട്ട് അതിനെ എന്ത് ചെയ്തു, വിഭജിച്ചു. ആ വിഭജിച്ചപ്പോൾ സീരീസ് എയില് ഗണിതശാസ്ത്ര വിവര കണക്കുകളെ കുറിച്ചും സീരീസ് ബിയില് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേനെ കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി PC മഹലനോബിസ്, അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ചോദ്യമാണിത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാന്നുള്ളത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ PC മഹലനോബിസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാ,
PC മഹലനോബിസ് ആണ്. ഓക്കെ, 1931 ഡിസംബർ 17 കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അപ്പോൾ എവിടെയാ? കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. എന്നാൽ 1931 സ്ഥാപിച്ചത് കൊൽക്കത്തയിലെ ഡിസംബർ 17. അപ്പോൾ 1931 ഡിസംബർ 17 കൊൽക്കത്തയിൽ സ്ഥാപിച്ചതായിരുന്നു എന്ത്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. വളരെ ഗംഭീരമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ്, ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PSC എക്സാമുകളിൽ ചോദിച്ചേക്കണ ചോദ്യമാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം എന്നാന്നുള്ളത് അത് ജൂൺ 29 അന്നാണ് നമ്മുടെ PC മഹലനോബിസിന്റെ ജന്മദിനം എന്ന് പറയുന്നത് ജൂൺ 29. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഏത് ദിനമായിട്ട് ആചരിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 29. മറക്കണ്ട, ഒരു മാർക്ക് അവിടെ സെറ്റാണ്. ഓക്കെ, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ? ഈ പറയുന്ന PC മഹലനോബിസ്. അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു, സംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ മറ്റെന്താണ് ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. എന്തെന്ന് പറയുന്നത്? സംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഔദ്യോഗിക പ്രസിദ്ധീകരണം. അതേപോലെ തന്നെ എന്താണ് 33 ജൂണിലാണ് പ്രസിദ്ധീകരിച്ചത്. 2 സീരീസുകളായിരുന്നു, സീരീസ് എയും സീരീസ് ബിയും. ഒന്ന് ഗണിതശാസ്ത്ര കണക്കുകൾ, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് PC മഹലനോബിസ്. അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാന കണക്കാക്കിയ വ്യക്തി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. സ്ഥാപിച്ചത് കൊൽക്കത്തയില് 31 ഡിസംബർ 17. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. UNDP 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ UNDP 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ UNDP റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 131 ഇന്ത്യയുടെ സ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. എപ്പോഴും ചോദിക്കാണ്ട് ഈ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നൊക്കെ. മിക്കപ്പോഴും 100ന് മുകളിലേക്കാണ് വരാറുള്ളത്. അപ്പോൾ എന്താണ്? 131. 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 132 കേട്ടോ. അപ്പോൾ മാനവ വികസന സൂചിക 2020-21 റിപ്പോർട്ട് പ്രകാരം 131. 21-22 മാനവ വികസന സൂചിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 132. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. എപ്പോഴും ചോദിക്കണേ. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ 2 പേര് കൂടിയിട്ടാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത്. ഒന്ന് പാകിസ്ഥാൻകാരനായിട്ടുള്ള ആര്? മെഹബൂബ് ഉൽ ഹക്കും. അതേപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്? അമർത്യ സെന്നുമാണ്. ഓക്കെ, അപ്പോൾ 2 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത്. ഒന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഹബൂബ് ഉൽ ഹക്ക് പാകിസ്ഥാൻകാരനും അമർത്യ സെൻ ഇന്ത്യക്കാരനും. മാനവ വികസന സൂചിക നിലവിൽ വന്ന എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1990 മാനവ വികസന സൂചിക നിലവിൽ വന്നത്. അപ്പോൾ മാനവ വികസന സൂചിക നിലവിൽ വന്നത് എന്നാ ചോദിച്ചാൽ 1990. എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ ഏകദേശം ഇപ്പോൾ 90, 91, 92, 93 ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആയ ദിവസമാണ് മാനവ വികസന സൂചിക നിലവിൽ വന്നത് എന്നൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്നതും അതേപോലെ വികസിതവും വികസ്വരവും അവികസിതവും എന്നിങ്ങനെ തരംതിരിക്കുന്നതുമായ അളവുകോലിനെയാണ് മാനവ വികസന സൂചിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്നതും വികസിതം അതേപോലെ തന്നെ വികസ്വരം അവികസിതം എന്നിങ്ങനെ തരംതിരിക്കുന്നതുമായ അളവുകോലിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വികസന സൂചിക. എന്താണ്? വികസന സൂചിക. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ്. അതായത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ശരിക്കും മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്. ചോദിക്കാറുണ്ട് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് താഴെ പറയുന്നവര് ആരാന്നുള്ളത്. ആരാണ്? ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് എന്ത് ചെയ്യുന്നത്? അതായത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP
UNDP, അതായത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അവരാണ് എന്ത് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതാണൊന്ന് പ്രതിശീർഷ വരുമാനം. സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ വച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്ന് ആൻസർ കിട്ടണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പറയണേ കേട്ടോ. അതായത് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രതിശീർഷ വരുമാനം. എന്താണ് പ്രതിശീർഷ വരുമാനം? രണ്ടാമത്തെ സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും. മൂന്നാമത്തെ ആയുർദൈർഘ്യം. എന്താണ് ആയുർദൈർഘ്യം? അപ്പോൾ മാനവ വികസനം സാധ്യമാക്കുന്ന ഘടകങ്ങളാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടുതൽ പരിശീലനം. ഇവയൊക്കെയാണ് എന്ത് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. ഒന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞു. എന്താണ് ഒന്നാമത്തെ? പ്രതിശീർഷ വരുമാനം. 2 എന്താണ്? സാക്ഷരതയും അതേപോലെ തന്നെ മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും. ഓക്കെ. മൂന്നാമത്തെയാണ് എന്ത്? ആയുർദൈർഘ്യം. എന്താണ് ആയുർദൈർഘ്യം? വളരെ വ്യക്തമായെന്ന് കരുതുന്നു. മാനവ സന്തോഷ സൂചിക അടുത്ത സംഭവമാണ്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷനിൽ ഇന്ത്യ, ഫിൻലൻഡ്, സ്വീഡൻ. അപ്പോൾ ഏതാണ് ആൻസർ? യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 5 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എന്താണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത്? ഭൂട്ടാനാണ്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ്. ഓക്കെ. ഇനി മാനവ സന്തോഷ സൂചിക, അതായത് മാനവ സന്തോഷ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 1997 മാനവ സന്തോഷ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 1997. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഭൂട്ടാൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണത്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നതിന് 9 സൂചകങ്ങളാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന മാനവ സന്തോഷ സൂചിക അത് നമുക്ക് തയ്യാറാക്കുന്നതിന് 9 സൂചകങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമാണ് അത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പരിഗണിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം, അതേപോലെ തന്നെ സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസ സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം, മാനസിക ആരോഗ്യം. അങ്ങനെ ഈ 9 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, അതായത് മാനവ സന്തോഷ സൂചിക എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധപ്പെടുത്തുന്നത്. അത് പ്രസിദ്ധപ്പെടുത്തുന്ന രാജ്യം ഏതാണ്? ആദ്യമായിട്ട് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഓക്കെ. ഇനി 2023 മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 അപ്പോൾ അത്ര അടുത്തൊന്നുമല്ല. 126 മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ 126. തുടർച്ചയായി 6ാം വർഷവും 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് ഫിൻലൻഡാണ്. അപ്പം മിക്കപ്പോഴും മാനവ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻലാൻഡാണ്. അപ്പോൾ ഫിൻലാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ല സന്തോഷത്തോടുകൂടി ഉള്ള രാജ്യമാണ് ഫിൻലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാനവ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിൻലൻഡാണ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെൻമാർക്കാണ്. 3ാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ഓക്കെ. അപ്പോൾ 126 ഇന്ത്യ. 1ാം സ്ഥാനം ആരാന്ന് ചോദിച്ചാൽ ആരാണ്? 1ാം സ്ഥാനം മറ്റേ ഹ്യൂമൻ അതായത് മാനവ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം ഫിൻലൻഡ്, 2ാം സ്ഥാനം ഡെൻമാർക്ക്, 3ാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അഫ്ഗാനിസ്ഥാനെയാണ് ഏറ്റവും അസന്തുഷ്ടിത രാജ്യമായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷമില്ലാത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ സന്തോഷമൊന്നുമില്ലാത്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇത് അഫ്ഗാനിസ്ഥാൻ. സെറ്റല്ലേ? ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സാമ്പത്തിക ആസൂത്രണം, വില മെക്കാനിസം, പാർലമെന്റ്, GDP. വില മെക്കാനിസം. ഓക്കെ. വില മെക്കാനിസം ആണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ വില മെക്കാനിസം ആണ്.
ഓക്കെ, അടുത്തത് അത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ക്യാപിറ്റലിസം ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥ. ഇതിനെ നമുക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കാം. ഉദാഹരണം USA-യുടെയും അതേപോലെ തന്നെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെ ഒക്കെ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അതായത് ക്യാപിറ്റലിസം അതായത് ഉൽപാദന വിതരണ മേഖലയിൽ സ്വകാര്യ വ്യക്തികൾക്കും അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കുമായിരിക്കും എന്ത് മുൻതൂക്കം, ഇമ്പോർട്ടൻ്റ് അവർക്കായിരിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അകത്ത് പ്രോഫിറ്റാണ് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എന്താണ് ലാഭം ഉണ്ടാക്കുക, അതാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അല്ലാതെ എന്താണ് മനുഷ്യരുടെ എന്താണ് സാമ്പത്തികവും അതേപോലെ തന്നെ എന്താണ് അവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവും അങ്ങനെ ഒരു ഉന്നമനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിറവേറ്റുക എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈവറ്റൈസേഷൻ, അതായത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഈ ഒരു ലെവലിലൂടെയാണ് ഏത് പോകുന്നത്, നമ്മുടെ USA അതേപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരുടെയൊക്കെ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അതേപോലെ അടുത്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെയും ഏതുതര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. LGS സീമാൻ 2021 ചോദിച്ച ചോദ്യമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഇനി സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് ചോദിച്ചാൽ അത് മിശ്ര സമ്പദ് വ്യവസ്ഥിതിയാണ്. ഓക്കെ, മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം, ഒന്ന് മാത്രം, രണ്ട് മാത്രം, ഒന്നും രണ്ടും ഇവയൊന്നുമല്ല. എന്താണ്? അതായത് ഈ പറയുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് പൊതുമേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കും, അതേപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ശരിക്കും ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഒരു തരം, അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് പബ്ലിക് സെക്ടറിനും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിനും എന്ത് ചെയ്യുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു എന്താണ് സമ്പദ് വ്യവസ്ഥ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത് ഉൽപാദന വിതരണവും മേഖലകളിൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നു. കണ്ടോ, അതായത് ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി. ഫോർ എക്സാമ്പിൾ, അത് ഇപ്പോഴും കൊണ്ടുവരുന്നതാണ് ഇന്ത്യ. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊതുമേഖലയും അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലും നിലനിൽക്കുന്നു. അപ്പോൾ പൊതുമേഖലയിലും ഉണ്ട്, അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ നിലനിൽക്കുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്? പൊതുമേഖലയ്ക്കും അതേപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് നൽകുന്നു. അതേപോലെ തന്നെ ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇവയൊക്കെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സ്വകാര്യ സ്വത്താവശ്യത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും അതേപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ പഠിച്ചു. അടുത്തതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതായത് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്?
ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ്. സ്വകാര്യ സംരംഭകരുടെ അഭാവം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്തവകാശം, മാറ്റ രീതി എന്നിവയുടെ അഭാവം. അതേപോലെ സാമ്പത്തിക സമത്വം, ഇതൊക്കെ എവിടെ കാണാൻ പറ്റും? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്, അതായത് പിതാക്കന്മാര് എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് മിക്സഡ് സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കോണമിയുടെ ആരാണ് പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് ആണ്. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആഡം സ്മിത്ത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആഡം സ്മിത്ത്. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആഡം സ്മിത്ത് ആണ്. അപ്പോൾ മുതലാളിത്തത്തിന്റെയും ആഡം സ്മിത്ത് ആണ്. അതേപോലെ തന്നെ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെയും പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആഡം സ്മിത്ത് ആണ്. അതേപോലെ അടുത്തതാണ് എന്ത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കാൾ മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? കാൾ മാർക്സ്. ഓക്കെ, അപ്പൊ പിതാക്കന്മാര് പഠിച്ചു എന്ന് കരുതുന്നു. 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മുതലാളിത്തം ആഡം സ്മിത്ത്, മിശ്രം ആഡം സ്മിത്ത്, സോഷ്യലിസ്റ്റ് കാൾ മാർക്സ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത്, താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. ചാടിക്കേറി പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കൃഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചാടിക്കേറി അടിക്കരുത്. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കൃഷി, വ്യവസായം, മത്സ്യബന്ധനം, ഖനനം. ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് വ്യവസായമാണ്. ഓക്കെ, വ്യവസായം. ഓക്കെ, വ്യവസായം. LGS എക്സ് സർവീസ്മാൻ 2023 ചോദിച്ച ചോദ്യമാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല താഴെ പറയുന്നവയിൽ ഏതാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖല, തൃതീയ മേഖല, ചതുഷ്ടീയ മേഖല ഇവയൊന്നുമല്ല. യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 1 2023 ചോദിച്ച ചോദ്യമാണ്. ഏതാണ്? പ്രാഥമിക മേഖലയാണ്. നമുക്ക് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും എന്നൊക്കെ പറയുന്നത് ഏതാണ്? പ്രാഥമിക മേഖല, അതായത് പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് ആ ഒരു സംഭവം. ഇനി മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? അപ്പോൾ മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമികം, ദ്വിതീയം, തൃതീയം ഇവയൊന്നുമല്ല. ഏതാണ്? ദ്വിതീയ മേഖലയിൽ പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മൺപാത്ര നിർമ്മാണം. മൺപാത്ര നിർമ്മാണം പറയുന്നത് വ്യവസായവുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്വിതീയ മേഖലയിലാണ് മൺപാത്ര നിർമ്മാണം. LGS കമ്പനി ബോർഡ് 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇത് ജലവിതരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ജലവിതരണം. അപ്പോൾ ജലവിതരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ, അപ്പോൾ ജലവിതരണം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയുമായിട്ടാണ് ജലവിതരണം ബന്ധപ്പെട്ടിരിക്കുന്നത്? ജലവിതരണം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജലവിതരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയുമായി ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയാ? അത് ഏത് മേഖലയാണ്? ദ്വിതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദ്വിതീയ മേഖല ജലവിതരണം. കാരണം വൻ ഡാമുകളും പദ്ധതികളൊക്കെ കൊണ്ടുവന്നത് 2ാം പഞ്ചവത്സര പദ്ധതി ആ ഒരു സമയത്താണ്. അപ്പോൾ ദ്വിതീയ മേഖല. ഓക്കെ, തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. നമ്മുടെ ആൻസർ ആണ് എന്ത്? സേവന മേഖല. അപ്പോൾ എന്താണ്? തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? സേവന മേഖല എന്നറിയപ്പെടുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ പറയുന്ന നമ്മുടെ തൃതീയ മേഖല അറിയപ്പെടുന്നതാണ് സേവന മേഖല. LGS സർവീസ് 2023 ചോദിച്ചാണ് കേട്ടോ. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകളിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ. ഓക്കെ, അപ്പോൾ ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കാർഷിക മേഖല, സേവന മേഖല, കാർഷിക മേഖലയും വ്യവസായ മേഖലയും, കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും. D ആണ്, ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന കാർഷിക വ്യവസായ സേവന മേഖലകൾ. കാരണം യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 5 2023 ചോദിച്ച ചോദ്യമാണ്. അടുത്ത് 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? സേവന മേഖല.
ഓക്കെ, അപ്പോൾ 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാന്ന് ചോദിച്ചാൽ അതാണ് സേവന മേഖല എന്ന് പറയുന്നത്. ഓക്കെ, 2019-2020 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത് മൊത്തം മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18% കേട്ടോ, 18%. അപ്പോൾ എന്താണ് ഈ പറയുന്ന 2019-20 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത് മൊത്തം മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു എന്ന് ചോദിച്ചാൽ 18%. ഇമ്പോർട്ടൻ്റ് ആണ്, 18%. അടുത്ത് പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. ഒത്തിരി തവണ PSC എക്സാമുകളിൽ നിരന്തരം നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്നുള്ളത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമാണ് 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. 1950 മാർച്ച് 15. ഇനി CPO മെയിൻ 2021 ചോദിച്ചാണ് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? അപ്പോൾ ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തിൻ്റെയാ? സോവിയറ്റ് യൂണിയൻ്റെയാണ്. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെയാ? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക സോവിയറ്റ് യൂണിയൻ്റെയാണ്. ഫീൽഡ് വർക്ക് 2021 ചോദിച്ച ചോദ്യമാണിത്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി വന്നത് എന്നാന്നുള്ളതും അതേപോലെ തന്നെ ആരംഭിച്ച വർഷം 1951. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമുകളിൽ എക്കണോമിക്സ് എന്ന വിഭാഗത്തിൽ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1951. യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 3 ചോദിച്ച ചോദ്യമാണ് 2023. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷവും ഇന്ന് തന്നെയാണ് 1951. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ സ്റ്റേജ് 2. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്? കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ഏത് മോഡൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മോഡലായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ. എന്താണ്? ഹരോൾഡ് ഡോമർ മോഡൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിൻ്റെ ഉത്തരമാണ് ഹരോൾഡ് ഡോമർ മോഡൽ. കാരണം പഞ്ചവത്സര പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഫുള്ളായിട്ട് ടെലഗ്രാമിൽ പഞ്ചവത്സര പദ്ധതിയിൽ പഠിച്ച് സെറ്റാക്കി പോയതാണ്. മിഷൻ LDC 2024 100 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രത്തോളം ക്ലാസ്സുകൾ അതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി കാർഷിക കമ്മിറ്റി ഇന്ത്യയിലേക്ക് ഏത് മേഖല കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? അപ്പോൾ കാർവേ കമ്മിറ്റി അന്നൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം ആയിരുന്നു. ഈ കാർവേ കമ്മിറ്റി എന്ന് പറയുന്ന ആർക്കും തന്നെ അന്നൊന്നും കിട്ടത്തില്ലായിരുന്നു. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കാർവേ കമ്മിറ്റി. അപ്പോൾ ഈ കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർവേ കമ്മിറ്റി ഏതാണ്? ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി.
അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത്? ഇവയെല്ലാം ശരിയാണ്. കാരണം 1, 2, 3, 4 ശരിയാണ്. കാരണം എന്താ? കുറഞ്ഞ മൂലധനം മതി എന്തിനാ? ചെറുകിട വ്യവസായത്തിന്. പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കും ചെറുകിട വ്യവസായം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഇറക്കുമതി വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഇറക്കുമതിയെ. അതേപോലെ തന്നെ എന്താണ്? കാർവേ കമ്മിറ്റി, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മുടെ എന്താണ്? ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി. ഇനി LGS എക്സ് സർവീസ്മാൻ 2023 ചോദിച്ചാണ് കേട്ടോ. എന്താണ് കാർവേ കമ്മിറ്റി? 1955 നിലവിൽ വന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. അപ്പോൾ 1955 നിലവിൽ വരുന്നത് ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത. അപ്പോൾ 1955 നിലവിൽ വന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ കാർവേ കമ്മിറ്റി നിലവിൽ വന്നത് 1955. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ സ്ഥാപിതമായത്? അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ത്? ഖാദി ഗ്രാമ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ? അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഖാദി? പറ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. LDC മെയിൻ 2021 ചോദിച്ച ചോദ്യമാണ്. ചിലപ്പോൾ എങ്ങാനും ചോദിക്കാം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കനത്ത വ്യവസായം, അതേപോലെ തന്നെ വലിയ ഡാമുകളുടെ നിർമ്മാണം, ഇൻഷുറൻസ്, രാജ്യസുരക്ഷ. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ഏതാ? കനത്ത വ്യവസായം, അതേപോലെ തന്നെ വലിയ ഡാമുകളുടെ നിർമ്മാണം. ഇവയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. അതായത് 1ഉം 2ഉം മാത്രം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ. ഒത്തിരി തവണ ചോദിച്ച മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 5ആം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 5ആം പഞ്ചവത്സര പദ്ധതി. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? 20 ദിന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയായിരുന്നു എന്തെന്ന് പറയുന്നത്? 20 ദിന പരിപാടി. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് 7ആം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചാൽ 7ആം പഞ്ചവത്സര പദ്ധതി. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11ആം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? 11ആം പഞ്ചവത്സര പദ്ധതി. 12ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2021
12-17 അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ് 2012-2017. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതായത് ഇവയെല്ലാമാണ്. അതായത് സുസ്ഥിര വികസനം ലക്ഷ്യമായിരുന്നു, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗസമത്വം കുറയ്ക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയതായിരുന്നു എന്ത്? 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ എന്നറിയപ്പെടുന്നത്, ഒത്തിരി തവണ PSC ചോദിച്ചങ്ങനെ ചോദ്യമാണ് കേട്ടോ. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഹരോൾഡ് ഡോമർ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാ? അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ എന്നറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി. ഇനി 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന പേരാണ് മഹലനോബിസ് മോഡൽ. ഓക്കെ, അപ്പോൾ മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മഹലനോബിസ് എന്നറിയപ്പെടുന്ന ഏതാ? 2ാം പഞ്ചവത്സര പദ്ധതി. ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നതാണ് എന്ത്? ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി. അലനസ് മന്നെ, അശോക് രുദ്ര, അപ്പോൾ അലനസ് മന്നെ അതേപോലെ തന്നെ അശോക് രുദ്ര മോഡൽ 4ാം പഞ്ചവത്സര പദ്ധതി. ധർ മോഡൽ എന്നറിയപ്പെടുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ധർ മോഡൽ. മൻമോഹൻ മോഡൽ 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നതാണ്. മൻമോഹൻ മോഡൽ 8ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി. അടുത്തത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നോക്കിയേ. അതായത് ഓരോ പദ്ധതികളും അവ അറിയപ്പെടുന്ന പേരുകളും. ഹരോൾഡ് ഡോമർ മോഡൽ 1ാം പഞ്ചവത്സര പദ്ധതി, മഹലനോബിസ് മോഡൽ 2ാം പഞ്ചവത്സര പദ്ധതി, ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ 3ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് അലനസ് അശോക് രുദ്ര മോഡൽ 4ാം പഞ്ചവത്സര പദ്ധതി, ധർ മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതി, മൻമോഹൻ മോഡൽ 8ാം പഞ്ചവത്സര പദ്ധതി, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യങ്ങളും. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. അപ്പോൾ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം. അപ്പോൾ 1 കാർഷികം, 2 വ്യവസായിക വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്ത അതേപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതേപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ഥിരതയോടുകൂടിയ വളർച്ചാ സ്വാശ്രയത്വം. അപ്പോൾ സ്ഥിരതയോടുകൂടിയ വളർച്ചാ സ്വാശ്രയത്വം 4ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അന്നാണ് ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത്. അപ്പോൾ ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നതാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നതിൻ്റെ മുദ്രാവാക്യം. PSC ചോദിക്കാറുണ്ട് ഈ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം പഞ്ചവത്സര പദ്ധതി. പറഞ്ഞതാരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. 6ാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലാളികളുടെ വർധനവ്. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും അതേപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം. മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് 10ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപമാണ് 10ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപമാണ് 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്.
11ാം പഞ്ചവത്സര പദ്ധതി. അതാണ് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. അപ്പോൾ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എന്ന് പറയുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ത്? സുസ്ഥിര വികസനം. അപ്പോൾ സുസ്ഥിര വികസനം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖല, 2 എന്താണ്? വ്യവസായിക മേഖല, 3 എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും, 4 എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം, 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 6 എന്ന് പറയുന്ന കാർഷിക വ്യവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ, 7 എന്ന് പറയുന്ന തൊഴിലവസരങ്ങളുടെ വർധനവ്, 8 എന്ന് പറയുന്ന മാനവശേഷി വികസനം, 9 എന്ന് പറയുന്ന ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, 10 മൂലധന നിക്ഷേപം, 11 എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, 12 എന്ന് പറയുന്നത് എന്താണ്? അതാണ് സുസ്ഥിര വികസനം. 40ാമത്തെ ചോദ്യമാണ്, നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. എല്ലാ കാര്യങ്ങളും എന്താണ്? ശരിയാണ് നീതി ആയോഗ്. കാരണം നീതി ആയോഗ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് കേട്ടോ. PSC എക്സാമിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് അത്രത്തോളം കാര്യങ്ങളാണ് എന്ത് ചെയ്യാറുള്ളത്? ഈ പറയുന്ന നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നീതി ആയോഗിൽ നമുക്ക് 1 മാർക്ക് ഉറപ്പാണ് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ്, ഏതു സംവിധാനത്തിന് പകരമായി ആണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന് പകരമായിട്ടാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ്, ചെറുകിട വ്യവസായ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഏതാണ്? ഈ പറയുന്ന ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് എന്ത് വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത്, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ്? നമ്മളിപ്പോൾ പറഞ്ഞതാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. LDC ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് ചോദിച്ച ചോദ്യമാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീതി ആയോഗിന്റെ ആസ്ഥാനം ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. എവിടെയാ? ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, ന്യൂഡൽഹി. അപ്പോൾ നീതി ആയോഗിന്റെ രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ആസൂത്രണ കമ്മീഷന് പകരം വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. അതേപോലെ തന്നെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന ന്യൂഡൽഹിയിലാണ്. നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അതാണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് ആദ്യത്തെ വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത്. അരവിന്ദ് പനഗരിയ. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2021 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2021 ഒന്നാമതെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സുസ്ഥിര വികസനത്തിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. അടുത്ത, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയിലെത്തിയ ഇന്ത്യയിലെ നഗരം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഷിംല. ഓക്കെ, അപ്പോൾ ഷിംലയാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയിലെത്തിയ ഇന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഷിംല. ഇനി നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അപ്പോൾ നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇത് പഞ്ചാബ് എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചാബാണ് എന്ത്? നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? അതാണ് നമ്മുടെ പഞ്ചാബ്. ഫയർമാൻ ട്രെയിനി 2022. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കണ്ടെത്തി എഴുതുക. 2021 ജനുവരി 1 രൂപീകൃതമായി. ശരിയാണ്. അടുത്തത്, നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തെറ്റാണ്. അടുത്തത്, ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള മുഖ്യ സംവിധാനം
വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശം ശരിയാണ്. സംസ്ഥാനങ്ങളുടെ ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഇതിൻ്റെ തെറ്റ് എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞതാണ് എന്തെന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്? കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക. അത് ആദ്യത്തെ തന്നെ എന്താണ്? തെറ്റാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക. തെറ്റായ പ്രസ്താവനയാണ് ഒന്നാമത്തെ. സമ്പദ് വ്യവസ്ഥയുടെ ഉത്പാദനത്തെ വർദ്ധിപ്പിക്കുക. ശരിയാണ്. വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ശരി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, എന്താണ് നീതി ആയോഗ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനം, അതായത് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗിനെ സംബന്ധിച്ച് ആദ്യ പ്രഖ്യാപനം നടന്നത് 2014 ഓഗസ്റ്റ് 15 ആദ്യ പ്രഖ്യാപനം നടന്നത് 2014 ഓഗസ്റ്റ് 15. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്ന 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് ആദ്യമായി നിലവിൽ വന്നത്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്, ഭരണഘടനാ സമിതി അല്ല. എന്താണ്? ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഉപദേശക സമിതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ കണ്ടു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, നീതി ആയോഗ് എന്താണ്? ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് അറിയപ്പെടുന്നത് തിങ്ക് ടാങ്ക് എന്ന പേരിലാണ്. അപ്പോൾ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? നീതി ആയോഗ്. ആദ്യ സമ്മേളനം അറിയപ്പെടുന്നതാണ് ടീം ഇന്ത്യ. ടീം ഇന്ത്യ എന്നതാണ് ആദ്യ സമ്മേളനം. തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി. നമുക്കറിയാം പ്രഥമ അധ്യക്ഷനും ആര് തന്നെയാ? ഇപ്പോഴത്തെ അധ്യക്ഷനും ആര് തന്നെയാ? നരേന്ദ്രമോദി. അപ്പോൾ നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്. അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഇന്ത്യ എമർജൻസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് പനഗരിയാണ്. ഇന്ത്യ എമർജൻസി എന്താണുള്ളത്? ആരുടെയാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ സുമൻ കെ ബറിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ കെ ബറി. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ രാജീവ് കുമാറാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും പദവിയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിന്റെ വൈസ് ചെയർമാന് ആരുടെ പദവിയാണെന്ന് ചോദിച്ചാൽ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും അതേപോലെ തന്നെ പദവിയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക്? ഈ പറയുന്ന നീതി ആയോഗിന്റെ വൈസ് ചെയർമാന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും പദവിയുമാണ്. നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ ആണ് സിന്ധുശ്രീ ഖുള്ളർ. നീതി ആയോഗിന്റെ രണ്ടാമത്തെ സിഇഒ ആണ് അമിതാഭ് കാന്ത്. അമിതാഭ് കാന്തിന്റെ പുസ്തകങ്ങളാണ് ബ്രാൻഡിങ് ഇന്ത്യയും പാത്ത് എഹൈഡ്. അപ്പോൾ പാത്ത് എഹൈഡ് എന്നുള്ളതും ബ്രാൻഡിങ് ഇന്ത്യ എന്ന് പറയുന്നതും ആരുടെ ബുക്കാ? അമിതാഭ് കാന്തിന്റെ പുസ്തകങ്ങളാണ് ബ്രാൻഡിങ് ഇന്ത്യയും പാത്ത് എഹൈഡും. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? VR സുബ്രഹ്മണ്യമാണ് നിലവിലെ നിലവിലെ നീതി ആയോഗിന്റെ സിഇഒ VR സുബ്രഹ്മണ്യം. ഇനി നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാനായിട്ട് പ്രയോജനപ്പെടുത്തുക, കാർഷിക മേഖല മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതൊക്കെയാണ് എന്തിൻ്റെ? നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാനായിട്ട് എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക,
കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, ആഗോള മാറ്റങ്ങളുടെ വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നീതി ആയോഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നുള്ളത്, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗിനെ സംബന്ധിച്ച് ആദ്യ പ്രഖ്യാപനം നടന്ന് 2014 ഓഗസ്റ്റ് 15. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്ന 2015 ജനുവരി 1. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് അറിയപ്പെടുന്നത് തിങ്ക് ടാങ്ക് എന്ന പേരിലാണ്. ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദി തന്നെയാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനാണ് അരവിന്ദ് ബനഗരിയ. ഇന്ത്യ എമർജിംഗ് എന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരവിന്ദ് ബനഗരിയ. നീതി ആയോഗ് നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ സുമൻ കെ ബറിയാണ്. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കും പദവിയുമാണ് ഉണ്ടായിരിക്കുന്നത്. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ ഖുള്ളറാണ്. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ CEO അമിതാഭ് കാന്ത്. അമിതാഭ് കാന്തിൻ്റെ പുസ്തകങ്ങളാണ് ബ്രാൻഡിംഗ് ഇന്ത്യയും പാത്ത് എഹെഡും. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ 50 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളും നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ 1, 2, 3 തവണ എന്ത് ചെയ്യുക, കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു റിവിഷനും അതേപോലെ തന്നെ 2021, 2024 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് 1, 2, 3 തവണ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു പാഠഭാഗം സെറ്റാണ്. 5 മാർക്കാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്നും കിട്ടുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ടോപ്പിക്ക് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ടോപ്പിക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അതേപോലെ നിങ്ങളുടെ ലൈക്കുകളും അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യലും ഇതൊക്കെയാണ് ഏറ്റവും വലിയ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തുകൊണ്ടും നമ്മുടെ കൂടെ ഉണ്ടാവണം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഓക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 9 മണിക്ക് നമ്മുടെ ടെലഗ്രാമിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ക്വിസ് കോമ്പറ്റീഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് പോകാം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അടുത്തൊരു ക്ലാസ് ഏതാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരത്തേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.